3 go. ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് കർട്ടൻ വീണതായി പ്രഖ്യാപിക്കുന്നു. തിരുവോണമായിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എല്ലാവരോടും ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കാലത്ത് തന്നെ കെട്ടിയൊരുങ്ങി ജോലിക്ക് കൊണ്ടുവന്നു. ഉച്ചയായപ്പോഴേക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഓണത്തിന്റെ ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞു. അപ്പൊ പിന്നെ കൊതിമുത്തിട്ട് ഞങ്ങളും വീക്കെൻഡ് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു. നേരെ പാക്ക് ആൻഡ് സേവിലേക്ക് വിട്ട് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പറ്റണ രീതിക്ക് ജവഹർ ആശയും കൂടി വീടൊക്കെ സെറ്റാക്കി ഒരു ചെറിയ പൂക്കളൊക്കെ ഇട്ടായിരുന്നു. തലേ ദിവസം തന്നെ എല്ലാവരും കൂടി കുക്കിംഗ് ഒക്കെ തീർത്ത് വെച്ചാലും ജസ്റ്റ് പപ്പടം വറക്കാൻ മാത്രമേ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മോ ഈ കറികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നി. കൂടെ മൈ നെയിം ഈസ് ഷാൻജിയോയ്ക്ക് ഒരു നന്ദി. നമ്മൾ കുറച്ച് മലയാളീസ് അല്ലാത്ത ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവരാണല്ലോ നമ്മുടെ കൾച്ചറൊക്കെ കാണേണ്ടത്. വന്ന ഗസ്റ്റൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കൊതി നമുക്ക് ഫുഡ് വിളമ്പി തരണം എന്ന്. അജിച്ചേട്ടൻ ഫുഡ് വിളമ്പേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരങ്ങ് സെറ്റാക്കി. വന്ന് അടുത്തത് ആതിരയുടെ അഭിനയമാണ് വേണ്ടത്. അതെ, ഓക്കെ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഈ വീട്ടിൽ വന്ന എല്ലാവരും അന്ന് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ തോൽവി സമ്മതിക്കേണ്ടിയിരിക്കുന്നു. വീർപ്പിക്കാൻ പാടില്ല നേരത്തെ പോലും. നേരെ പോയ സുന്ദരി കിട്ടും. ഒന്നും കൂടി കെട്ടണോ? എന്തിന്? ഒരെണ്ണത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയൂ. കാണാമോ? അതന്നെ. നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വന്ന ഗസ്റ്റ് ഒക്കെ തിരിച്ചു പോയതിനു ശേഷം വൈകുന്നേരം വി ഹാഡ് അവർ ഫൺ ടൈം ടുഗെദർ. എല്ലാവരും കൂടിയിരുന്ന് യൂനോ ഒക്കെ കളിച്ച് അടിപൊളിയാക്കി. അപ്പൊ ഇനി ബാക്കി ആഘോഷങ്ങൾ അടുത്ത ഓണത്തിന്. ഹാപ്പി ഓണം.